നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ വനം വകുപ്പ് ജീവനക്കാരുടെ അനാസ്ഥയാൽ ഭീതിയോടെ കഴിയുന്നത് നൂറുകണക്കിന് ആളുകളാണ്. കാട്ടാന, കാട്ടുപോത്ത്, കുരങ്ങ്, പന്നി എന്നിവയുടെ പരാക്രമണം മനുഷ്യന് നേരെ തിരിഞ്ഞാലും ഉദ്യോഗസ്ഥ വർഗത്തിന് മിണ്ടാട്ടമില്ല. എന്നാൽ ഇവയെ ഒരു ചെറു കല്ലെടുത്ത് എറിഞ്ഞാൽ പിന്നെ കേസായി, വഴക്കായി, ജീവപര്യന്തം വരെ കിട്ടാവുന്ന വകുപ്പുകളുമായി. ഇതുപോലെയാണ് വീടിന് സമീപം അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ. പാവങ്ങൾ ഭീതിയോടെ ഈ മരങ്ങൾ മുറിക്കാനായി നിരവധി തവണ അപേക്ഷ നൽകിയാലും മൈൻഡ് ചെയ്യില്ല. എന്നാൽ വീട് തകരുമെന്ന് കരുതി ഒരു ചെറു കൊപ്പ് കോതി മാറ്റിയാലോ പിന്നെ കേസുമാവും. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും പരാതി നൽകിയാലോ ചവറ്റുകുട്ടയിലെറിയാനും ഇവർ മടിക്കില്ല. കുളത്തൂപ്പുഴ ടൗൺ UPS മുമ്പിൽ അപകടകരമായ രീതിയിൽ വേരുകൾ വെളിയിൽ തെളിഞ്ഞു കണ്ട് 3 മരങ്ങൾ നിന്നതും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ നിരന്തരം അപേക്ഷകൾ നൽകിയിട്ടും മുറിച്ചു മാറ്റാത്ത ഈ മരങ്ങൾ BJPക്കാർ മരത്തിന് ചുവട്ടിൽ പൊങ്കാലയിട്ടതും വനം മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തിനെത്തുന്ന വനം മന്ത്രിയെ തടയുമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് തന്നെ മുറിച്ചു മാറ്റിയതും നമ്മൾ കണ്ടതാണ്. ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ ചോഴിയക്കോട് അരിപ്പ ആമിന മനസ്സിലിൽ ഷൈല ബീവിയുടെ വീടിന് മുകളിലേക്ക് സമീപത്ത് നിന്ന അപകടകരമായ മരം ഒടിഞ്ഞു വീണതാണ്. വീടിന് സമീപത്ത് നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിരവധി അപേക്ഷകൾ നൽകിയിരുന്നതായും, എന്നാൽ അപകടകരമായി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റി സാധാരണക്കാരുടെ ഭീതി ഒഴിവാക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നില്ല എന്നും വെൽഫെയർ പാർട്ടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷെഫീഖ് ചോഴിയക്കോട് പറഞ്ഞു. അരിപ്പ പഴയ റോഡ് പുറമ്പോക്കിന് സമീപത്തുള്ള 36 വീടുകളും ആ വീടിൻ്റെ സമീപത്ത് ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അപേക്ഷ നൽകിയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും വനം മന്ത്രിയുടെ പുനലൂരിൽ വെച്ച് നടന്ന വന അദാലത്തിലുമെല്ലാം പരാതി നൽകുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പലതവണ ഇത് വന്ന് കണ്ട് അപകടം സ്ഥിരീകരിച്ചു പോവുകയും ചെയ്തതാണ്. എന്നാൽ ഇവിടെ നിരന്തരം ഇത്തരത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾക്ക് മുകളിലൂടെയും അതുപോലെ തന്നെ വീടിന് മുകളിലൂടെയും വീഴുന്നത് നിരന്തരമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 അപേക്ഷകൾ കൊടുത്തിട്ടും മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ടും ഇതിനൊന്നൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും ഇവിടുത്തെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒന്നാണ്. ഈ നാട്ടുകാർ ചോദിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ആളുടെ ജീവൻ പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം പരിഹരിക്കാൻ ഫോറസ്റ്റ് അധികൃതരും മറ്റധികൃതരും വരുമോ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അത് കൃത്യമായി ഒരു മറുപടി ഇവിടുത്തെ ഫോറസ്റ്റ് അധികൃതർ കൊടുക്കണം. അപകടങ്ങൾ ഇല്ലാതാക്കാൻ ഒരു വലിയ മഴക്കാലം വരാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ അപകടങ്ങൾ ഉള്ള മരങ്ങൾ മുറിച്ചു മാറ്റി ഇത് ശാശ്വതമായി പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇവിടേക്ക് വന്നിട്ട് 2 കൊമ്പോ 3 കൊമ്പോ കോതിയിട്ട് പോകുന്നതല്ല. അപകടമുള്ള മരങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള നടപടി ഫോറസ്റ്റ് അധികൃതർ ചെയ്യണമെന്നാണ് ഇത്തരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.